എടി നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്. ഏ നീ എന്താ കരയാണോ? എന്താ എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടാ. എടി പറ, എന്താ എന്ത് സംഭവം? എടാ, ഇന്ന് ബസ്സിൽ വെച്ച് എന്നോടൊരുത്തൻ. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ എന്ത് ചെയ്യാനാടാ? ഓരോളുമാർ ചെയ്ത് ചെറ്റത്തരം കാരണം ശരിക്കും അനുഭവിക്കുന്നവർ കൂടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? ന്യായമുള്ള കാര്യമാണെങ്കിൽ കൂടി ചീപ്പ് റീച്ചിന് വേണ്ടിയിട്ടാണെന്നേ അവർ പറയത്തുള്ളൂ. നിന്നോട് നേരം മൊബൈൽ എടുത്ത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറയുന്നത് അത് മാത്രമാണോ ഇതിന് സൊല്യൂഷൻ? പിന്നെ സോഷ്യൽ മീഡിയ ഒരു ടൂളല്ലേ, ഇങ്ങനെയുള്ളവന്മാരെ ജനങ്ങൾ അറിയണ്ടേ? സോഷ്യൽ മീഡിയ ഒരു ടൂൾ തന്നെയാണ്, പക്ഷെ ഒരു നിയമം സോഷ്യൽ മീഡിയ വഴി വിചാരണ ചെയ്യാൻ പറയുന്നില്ല. പിന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ശരിയേതാ തെറ്റേതാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. ആടിനെ ആനയാക്കാം, ആനയെ പട്ടിയാക്കാം. പബ്ലിക് ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഇങ്ങനെയുള്ളവന്മാരുടെ ഞരമ്പ് സൂക്കയുടെ തീർന്നോട്ടേന്നും കരുതി മിണ്ടാതിരിക്കണോ? ഇതിപ്പോൾ അവന്മാർക്കൊരു അവസരവും കൂടിയായി. മിണ്ടാതിരിക്കാൻ ആരാ പറയുന്നത്? പ്രതികരിക്കണം, സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. അതെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷെ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവന്മാർ ഇനി രണ്ടാമതൊന്ന് ചെയ്യുമ്പോൾ പേടി ഉണ്ടാകുന്ന രീതിയിൽ പ്രതികരിക്കണം. മിണ്ടാതിരിക്കുന്ന കാലത്തോളം ഇതിങ്ങനെ തുടരും. എടാ, നീ പറയണ പോലെ അല്ല എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായിന്ന് വരത്തില്ല. എടി, മിഞ്ഞാൻ ഞാൻ അതേപോലെ ബസ്സിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരുത്തം വന്നിരുന്നു. അവ ആദ്യം എൻ്റെ തുടയിൽ കൈ വെച്ചു. ഞാൻ മൈൻഡാക്കിയില്ല. പിന്നെ കൈ മെല്ലെ മെല്ലെ ഇങ്ങനെ മേലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഞാൻ മുഖം തിരിച്ച് കള്ളം കൈ എടുത്തില്ലേ മോന്തടിച്ച് പൊളിക്കുന്ന പറഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തുന്ന മുന്നേ അവ ഇറങ്ങി ഓടി. കാരണം എന്താ? പേടി. യെസ്, ആ പേടി ഉണ്ടാവണം. നമ്മൾ പ്രതികരിക്കുന്നുള്ള പേടി ഉണ്ടാവണം. അതുണ്ടെങ്കിലേ യവന്മാരടങ്ങും. പിന്നെ പബ്ലിക് എന്ന ന്യായമായ കാര്യത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലേലും ന്യായമാണോ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കേ നാളെ ഈ ബസ്സിൽ തന്നെ പോവാം. ഞാനും വരാം. അവനെ കിട്ടുവാണേ അവൻ്റെ സൂക്കട് ഞാൻ തീർത്തു കൊടുക്കുക. എന്താ? വേണ്ടടാ, ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. നീ പറഞ്ഞ പോലെ പേടി ഉണ്ടാകണം, അതിന് പ്രതികരിക്കണം. ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല.